സുധീഷും നിധിയും സുഭാഷിന്റെ പെണ്ണിനെ കാണാൻ കോഫി ഷോപ്പിലേക്ക് പോകുന്നു. സുഭാഷും ജയന്തിയും തമ്മിലുള്ള വിവാഹം മുടങ്ങുന്നു. എല്ലാവർക്കും കാറ്റത്തെ കൂടെ എന്ന സീരിയലിലെ നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. സുഭാഷും ജയന്തിയും മൊത്തമുള്ള കല്യാണം വീട്ടിലൊന്നും ആർക്കും ഇഷ്ടമാകുന്നില്ല. എങ്കിലും സുധീഷും നിധിയും ചേർന്ന് ജയന്തിയെ കാണാൻ കോഫി ഷോപ്പിലേക്ക് പോകുകയാണ്. അങ്ങനെ അവർ ജയന്തിയോട് സംസാരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നുന്നില്ല. എങ്കിലും വീടോ പരിസരമോ ഒന്നും ഇവർ കണ്ടിട്ടില്ല. അതുപോലെ അവരെക്കുറിച്ച് അന്വേഷിച്ചിട്ടുമില്ല. എങ്കിലും വെള്ളിയാഴ്ച തന്നെ എൻഗേജ്മെൻറ്റ് വേണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് നിധിയും സുധീഷും കൂടി ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത്. നിധി പറയാണ്, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം, പാത്രങ്ങളെല്ലാം മോശമാണ്, അപ്പോൾ അതെല്ലാം വാങ്ങണം സുധീഷ് എന്ന് പറയാണ്. അങ്ങനെ അതെല്ലാം വാങ്ങി ബില്ല് ചെയ്യുമ്പോൾ നിധി പറയുന്നുണ്ട്, ഞാൻ കൊടുത്തോളാം എന്ന്. അത് എൻ്റെയും കൂടി വീടല്ലേ, അതുകൊണ്ട് ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ്. അത് കേട്ട് സുധീഷിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സ്വന്തം വീട് നിന്നെല്ലാം പറയാൻ തുടങ്ങിയല്ലോ, മറ്റേത് അവിടെ നിന്ന് പോകണമെന്നായിരുന്നു നിധിക്ക് എന്നൊക്കെ ഓർത്ത് കുറേ സുധീഷ് സന്തോഷിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്താണ്. അപ്പോൾ സുഭാഷ് നിൽക്കുന്നുണ്ട് അവിടെ. മോളെ, എന്തിനാ ഇതൊക്കെ വാങ്ങിയത്? ഇതൊന്നും ഇവിടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ല ചേട്ടാ, എന്നെ പോലെ അല്ലല്ലോ. ഇനി കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഇവിടുത്തെ പാത്രങ്ങളോ മറ്റോ ഒന്നും ഇഷ്ടമായില്ലെങ്കിലോ, എല്ലാം കേട് വന്നതല്ലേ. പിന്നീട് സുധീഷ് ഹരീഷിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് ഹരീഷിനോട് പറയുന്നുണ്ട്, എടാ നിധിയാണ് എല്ലാത്തിനും പൈസ കൊടുത്തത്. ഇത് പറയാൻ സുധീഷേട്ടന് നാണമുണ്ടോ? എഴുത്തിക്കൊണ്ട് പൈസ കൊടുത്തേക്കുന്നു. നിങ്ങളല്ലേ കൊടുക്കേണ്ടത്. എടാ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞതാ, പക്ഷെ സമ്മതിച്ചില്ല. എന്നാൽ അത് മോശമായി പോയേട്ടാ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അതിനിടയിൽ അടിയാവാണ് കേട്ടോ, ഇതും പറഞ്ഞുകൊണ്ട്. അപ്പോൾ സുഭാഷ് വരുന്നുണ്ട്, എടാ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇനി ഇത് കണ്ട് വന്നിട്ട് വേണം നിധി എന്ന് പറയാണ്. അങ്ങനെ അവരത് നിർത്തുന്നില്ല. അങ്ങനെ നിധി വന്നിട്ടാണ് കേട്ടോ തല്ലൊക്കെ നിർത്തിയത് അവർ തമ്മിലുള്ള. അങ്ങനെ വേഗം ദിവസങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ വെള്ളിയാഴ്ച ആവുകയാണ്. എന്നാൽ സുധീഷിൻ്റെ ഹരീഷിൻ്റെ മനസ്സിലുണ്ട്, ഒന്നും അതെ അന്വേഷിച്ചിട്ടോ ഒന്നും ഇല്ലല്ലോ, വീടിനടുത്തുള്ളവരുടെ അടുത്തൊന്നും പെണ്ണിനെ കുറിച്ച് ചോദിച്ചിട്ടൊന്നും ഇല്ല എന്നുള്ളത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് പെണ്ണിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെയുള്ള നാട്ടുകാരോടൊക്കെ ഇവരെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇവരെക്കുറിച്ച് മോശം അഭിപ്രായങ്ങളാണ് കേട്ടോ പറയുന്നത്. ആ വീട്ടിൽ എപ്പോഴും തല്ലും വഴക്കുമാണ് കേൾക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് അവർക്കാകെ ഇത് വേണ്ട എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ ഇനി സുഭാഷ് ചേട്ടനൊന്നും തോന്നണ്ട എന്ന് വെച്ചിട്ട് അവരൊന്നും പറയാതിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാവിലെ സുഭാഷ് സാധാരണത്തെ പോലെ എഴുന്നേറ്റ് വന്ന് ചായക്കുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയാണ്. അങ്ങനെ ജോലികളെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിധി വരികയാണ്. നിധി കണ്ടു പറയാണ്, സുഭാഷ് ചേട്ടാ ഇതൊന്നും ചെയ്യണ്ട, ഇന്ന് സുഭാഷിൻ്റെ നിശ്ചയമല്ലേ. പിന്നീട് സുഭാഷ് ഒന്ന് ആലോചിച്ചിട്ട് പറയാണ്, അല്ല അവരെന്നെ വിളിക്കണ്ടേ, വല്യച്ഛനെയും ലളിതമ്മേനൊക്കെ ഒന്ന് വിളിക്കണ്ടേ. അല്ല ഇപ്പൊ പോയി പറഞ്ഞാൽ അവർ വരുമോ? ഹേയ് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഹേയ് അവരൊന്നും വരില്ല, വന്നാൽ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ സുധീഷ് പറയാൻ കേട്ടോ. എന്നാൽ അത് അവരെ അമ്മായിനെ വല്യച്ഛനൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ സുഭാഷ് ലളിതേനെ പോയി ക്ഷണിക്കുകയാണ്. ആ സമയത്ത് അവിടെ സുനന്ദയും ഉണ്ട് കേട്ടോ. അപ്പോൾ ലളിത പറയാണ്, ഇപ്പോഴാണോ ഇതെല്ലാം വന്ന് പറയുന്നത്? അമ്മായി എല്ലാം പെട്ടെന്നായിരുന്നു, ഒന്നും പ്ലാൻ ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. സുനന്ദ പറയാണ്, സുഭാഷ് ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾ വരാം, ഇവരെ ഞാൻ കൊണ്ടുവരാം സുഭാഷ് ചേട്ടാ. പിന്നീട് സുഭാഷ് നിധിയുടെ അടുത്ത് വന്ന് പറയാണ്, അവരെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ സുഭാഷ് അടുക്കളയ്ക്ക് പോവാണ്. അപ്പം നിധിയും നികേഷും ജയന്തിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് സുധീഷും ഹരീഷും വരുന്നത്. എന്നിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു, പക്ഷേ അവിടെ ഒന്നും നല്ല അഭിപ്രായമല്ല കേട്ടത് എന്നെല്ലാം ഇവർ പറയാണ്. സുഭാഷ് ചേട്ടൻ അത്ര പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിത് പറഞ്ഞാൽ കല്യാണം മുടക്കാനോ മറ്റോ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചാലോ. അങ്ങനെ പിന്നെ അവരെന്ത് ചെയ്തു, എൻഗേജ്മെന്റിന് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. പിന്നീട് സുനന്ദയും ഗംഗാധരനും ലളിതയും എല്ലാം വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അവർ വന്ന് അന്വേഷിക്കുകയാണ് ഫുള്ള്, എവിടെയാണ് വീട്, എന്താ പെണ്ണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, ഞങ്ങൾ ഇതുവരെ വീട്ടിലേക്കൊന്നും പോയിട്ടില്ല. വീട്ടിൽ പോയിട്ടില്ലേ? വീട്ടിൽ പോകാതെയാണോ ഈ കാര്യങ്ങളെല്ലാം ഇടപെടിന്ന് തീരുമാനിക്കുന്നത്? ഒരു കല്യാണം തീരുമാനിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? വീട്ടിൽ പോകണം, അവിടുത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണ്ടേ, പിന്നെ അടുത്തുള്ളവരോടൊക്കെ ഒന്ന് അന്വേഷിക്കുക വേണ്ടേ? അങ്ങനെയാണല്ലോ കല്യാണം സാധാരണ നടത്തുന്നേ. അതൊന്നും ചെയ്യാണ്ട് പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞ് ഇതൊക്കെ ശരിയാകുന്ന കാര്യമാണോ സുഭാഷ്? വല്യച്ഛ പെട്ടെന്നായോണ്ട് അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. നിശ്ചയമൊക്കെ കഴിഞ്ഞാൽ പിന്നെ മാറാൻ പറ്റുന്ന കാര്യമാണോ? ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം തന്നെ ചെയ്യണ്ടേ? എല്ലാം കൊണ്ടുപോകാനുള്ള മോതിരം മറ്റു കാര്യങ്ങളൊക്കെ. ഈ കാര്യം പറയുമ്പോഴാണ് സുഭാഷ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത് പൈസ കൊടുത്താൽ മതി, അതെല്ലാം അവർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും ഇതൊന്നും എനിക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. അതിനിടയിൽ അങ്ങോട്ട് ഭാസ്കരൻ കയറി വരികയാണ്. അല്ല ഇവരെ ആരെയും ഇങ്ങോട്ട് ക്ഷണിച്ചേ? നീ ആണോടോ ക്ഷണിച്ചേ? ഓ വലിഞ്ഞു കയറി വന്നതായിരിക്കും അല്ലേ? എടാ സുഭാഷ്, നീ വിളിച്ചോണ്ട് മാത്രം ഞങ്ങൾ വന്നേ, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾ വരില്ലായിരുന്നു. വലിഞ്ഞു കയറി വന്നോന്ന് സുനന്ദ പറയണേ, ഞങ്ങൾ റെഡി ആയിട്ട് വരാം, എപ്പോഴാണ് പോകുന്ന സമയം സുഭാഷ് ചേട്ടാ എന്നെല്ലാം ചോദിച്ച് അവരവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് 3 പേരും പോവുകയാണ്. ഈ സമയത്ത് നിധി പറയാണ്, എന്തായാലും അവർ പറഞ്ഞതിൽ ശരിയുണ്ട്, നമ്മളെ ഇവരെക്കുറിച്ചൊന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു. ഹേയ് അതൊന്നും സാരില്ലെന്നേ സുഭാഷ് പറയാൻ കേട്ടോ, ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവരെല്ലാവരും ഇറങ്ങുകയാണ്. ആ സമയത്താണ് അവിനാശ് വരുന്നത്. അവിനാശിയും സുഭാഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അവിടേക്ക് നീതുവും വരികയാണ്. അപ്പോൾ ഹരീഷ് ചൂടാവുന്നുണ്ട്, നിന്നോട് ആരുടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്നൊക്കെ ചോദിച്ച്. ആ സമയത്ത് നിധി പറയാണ്, അവളും കൂടെ വന്നോട്ടെ, അതിനെന്താ? അല്ല എടുത്തി ഇവൾ ആരാണെന്ന് പറയുക അവർ ചോദിച്ചാൽ? അതൊരു ഫാമിലി ഫ്രണ്ടാന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇത് കേട്ടപ്പോൾ നീതുവിന് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഇറങ്ങാണ്. എന്നാൽ സുധീഷിനും ഹരീഷിനൊന്നും അത്ര വലിയ താല്പര്യമില്ല.
അങ്ങനെ ജയന്തിയുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്താണ്. അവിടെയാണെങ്കിലും ഒരു നിശ്ചയം നടക്കുന്നതായിട്ടുള്ള ഒരു തയ്യാറെടുപ്പോ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഗേറ്റ് എല്ലാം അടഞ്ഞെടുക്കുന്നതാണ് കാണുന്നത്. കണ്ട് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ ഇങ്ങനെ, നമ്മൾ വരുമ്പോൾ സ്വീകരിക്കേണ്ടതല്ലേ അവര്? ഈ സമയത്ത് ഭാസ്കരൻ ചോദിക്കണേ, അല്ല എന്താണ് ഇത് ഗേറ്റ് എല്ലാം അടഞ്ഞെടുക്കുന്നത്, ഒരു നിശ്ചയത്തിൻ്റെ ഒരു ഇതും ഇല്ലല്ലോ ഇവിടെ. അങ്ങനെ ഭാസ്കരൻ ലളിതയും വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ്. ആഹാ, ഇത് കൊള്ളാലോ, ഇത് എന്ത് മര്യാദയാണ്, ഒരു നിശ്ചയമായിട്ട് ഒരാളെ പോലും കാണുന്നില്ലല്ലോ, ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. അല്ല സുഭാഷ്, നിനക്ക് വീട് മാറിയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല അച്ഛാ, ഇത് തന്നെ. അപ്പോൾ സുധീഷ് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗേറ്റ് തുറന്നിട്ട് അകത്തേക്ക് പോവാണ്. എന്നിട്ട് അവിടെ നിന്ന് ഡോറ് മുട്ടാണ് കേട്ടോ. അപ്പോൾ ജയന്തിയുടെ അച്ഛനാണ് കതക് തുറക്കുന്നത്. സുധീഷ് പറയാണ്, അതെ ഞങ്ങൾ നിശ്ചയത്തിന് വേണ്ടി വന്നതാണ്. ആ സമയത്ത് ഗംഗാധരൻ ചൂടായി പറയാണ്, അല്ല ഇതൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ, നാണമുണ്ടോ അതിനൊക്കെ, അവർ നമ്മളെ സ്വീകരിച്ച് പോകേണ്ടതല്ലേ? ആ സമയത്ത് പെണ്ണിൻ്റെ അമ്മയും ഇറങ്ങി വരികയാണ്, അതുപോലെ ജയന്തി ഇറങ്ങി വരികയാണ്. ജയന്തി ആണെങ്കിൽ സാധാ ഒരു ചുരിദാറും മറ്റും ഇട്ടിട്ടാണ് വരുന്നത്. എൻഗേജ്മെൻറ്റിന് ഒരുങ്ങിയ ഒരു ഇതും കാണുന്നില്ല. അല്ല ഞങ്ങൾക്ക് ദിവസം മാറിയതാണോ, ഇന്നല്ലേ നിശ്ചയം പറഞ്ഞിരുന്നതെന്ന് ചോദിക്കുകയാണ് സുധീഷും സുഭാഷല്ല. ആ സമയത്ത് പെണ്ണിൻ്റെ അച്ഛൻ പറയാണ്, അതെ ഒരു പ്രശ്നമുണ്ട്. ബ്രോക്കർ ഒന്നും പറഞ്ഞില്ലേ? ബ്രോക്കർ എന്ത് പറയാനായിട്ടാ? അങ്ങനെ പെണ്ണിൻ്റെ അമ്മ പറയാണ്, അതെ ഇവളുടെ നിശ്ചയമാണ് കല്യാണം എന്നൊക്കെ അറിഞ്ഞിട്ട് ഇവളുടെ മുൻപത്തെ ഭർത്താവ് വീട്ടുകാരും വരികയും വിളിക്കുകയെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ ഇവർ ഒരുമിച്ച് ജീവിക്കാൻ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഞങ്ങൾ ബ്രോക്കറിനെ വിളിച്ച് പറഞ്ഞതായിരുന്നു. അത് കേൾക്കലും സുഭാഷും ഹരീഷും ഭാസ്കരനും എല്ലാവരും അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചൂടായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്കിത് കുറച്ച് മുൻപ് വിളിച്ച് പറയായിരുന്നില്ലേ എന്ന്? ഞങ്ങൾ ബ്രോക്കറോട് പറഞ്ഞിരുന്നല്ലോ. ബ്രോക്കറോടാണോ ഇതെല്ലാം വിളിച്ച് പറയേണ്ടത്? ഞങ്ങൾ നേരിട്ട് വിളിച്ച് പറഞ്ഞൂടെ നിങ്ങൾക്കിതെല്ലാം എന്നെല്ലാം ചോദിച്ച് സുധീഷൊക്കെ അവിടെ ചൂടാവാണ് കേട്ടോ. പിന്നീട് അവരവിടെ നിന്ന് മടങ്ങാണ്. അപ്പോൾ വണ്ടിയിൽ വെച്ചിട്ട് ഗംഗാധരനും ലളിതയെല്ലാം പ്രശ്നമുണ്ടാക്കി. അങ്ങനെ ഗംഗാധരൻ ലളിതയും സുനന്ദനെയും വിളിച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ ഇങ്ങനെ വന്നോളാം, ഇതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ചൂടാവാണ് കേട്ടോ ഗംഗാധരൻ. സുഭാഷിനാവട്ടെ എല്ലാവരും ചീത്ത പറയാൻ കേട്ടോ. സുഭാഷേട്ടൻ ഒറ്റൊരുത്തന്നെ ഇതിനെല്ലാം കാരണം, ഒന്നും ആലോചിക്കാണ്ട് ചെയ്തിട്ടാണ്, ഞങ്ങളോടൊന്നും പറയാതെ എന്നെല്ലാം പറഞ്ഞ് അവർ കുറ്റപ്പെടുത്തുകയാണ് സുഭാഷിനെ. ഈ സമയം അവിനാശ് സുഭാഷിനെ ആശ്വസിപ്പിക്കുകയാണ്. എൻ്റെ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ സുഭാഷ് വീട്ടിലേക്ക് ചെല്ലാണ്. അങ്ങനെ വീട്ടിലെത്തിയതും അവിനാശിനോട് എല്ലാ സങ്കടവും സുഭാഷ് തുറന്നു പറയാണ്. ഇതെല്ലാം കേട്ട് അപ്പുറത്ത് ചാന്ദിനിയും നിൽക്കുന്നുണ്ടായിരുന്നു. ചാന്ദിനിക്കും ആകെ വിഷമമായിട്ടോ. എന്തിനാ സുഭാഷേട്ടാ ഇങ്ങനെ പെണ്ണ് ശരിയായില്ല എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നത്? എൻ്റെ പെണ്ണ് ചാന്ദിനിയെ സുഭാഷേട്ടൻ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അവിനാശ്. ആ ഒരു സമയത്ത് സുഭാഷും ചാന്ദിനിയും ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയാണ് കേട്ടോ. എനിക്കെൻ്റെ പെങ്ങളെ സുഭാഷേട്ടന് തരാൻ ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ അവിനാശ് പറയാണ്. കാരണം സുഭാഷേട്ടനെ പോലെ നല്ലൊരാളെ കെട്ടിച്ചു കൊടുക്കാനാണ് ഞാൻ എൻ്റെ ചാന്ദിനിയെ ആഗ്രഹിക്കുന്നതെന്ന് അവിനാശ് പറയാണ് കേട്ടോ. സുഭാഷിനാവട്ടെ ആകെ വല്ലാതെ സന്തോഷമാവാണ് കേട്ടോ അത് കേട്ടിട്ട്. അവർ തമ്മിലുള്ള കല്യാണം മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. ബൈ.